സാർ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ എയിംസ് വീണ്ടും കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ നയിക്കുന്ന യാത്രകളിൽ അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന വേദികളിലൊക്കെ എയിംസ് ചർച്ചയാകുന്നത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടാൻ കൂടി ഇടയാക്കുന്നുണ്ട്. ഈ ഷാഫി പറമ്പിലും കെ.സി. വേണുഗോപാലും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എയിംസിന് വേണ്ടി മുറവിളി കൂട്ടുന്നതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടോ എന്നതാണ് ചോദ്യം. എയിംസ് വരാതിരിക്കാൻ പ്രധാന കാരണം ഈ പറയുന്ന രണ്ട് വ്യക്തികളാണ്, ഷാഫി പറമ്പിൽ, കെ.സി. വേണുഗോപാൽ. ഇതിന് തെളിവ് സഹിതം എനിക്ക് സംസാരിക്കാൻ സാധിക്കും. ആദ്യമായിട്ട് നരേന്ദ്രമോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 2014 സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ബഡ്ജറ്റിനൊന്നും കാത്തു നിൽക്കാതെ ആദ്യത്തെ മാസം തന്നെ പ്രഖ്യാപിച്ചതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു എയിംസ്. അന്നത്തെ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ആണ് അതിൽ മുൻകൈ എടുത്ത് ഇത് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത്. അന്ന് കേന്ദ്രം എല്ലാ സംസ്ഥാന സർക്കാരുകളോടും എയിംസിന് വേണ്ട ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എത്രയും വേഗത്തിൽ കേന്ദ്രത്തിന് സമർപ്പിക്കാൻ പറഞ്ഞു. അന്ന് കേന്ദ്രം ഇത് പറയുമ്പോൾ കേരളം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഈ പ്രൊജക്റ്റ് കേരളത്തിൽ വരുത്താനായിട്ടുള്ള യാതൊരുവിധ നീക്കത്തിലേക്കും ഒരു താല്പര്യമെടുക്കുകയോ ചെയ്യാതെ തികച്ചും അശ്രദ്ധനായി ശ്രദ്ധിക്കാത്ത തരത്തിൽ ഉറങ്ങിയിരിക്കുമ്പോൾ പാലക്കാട്ട് നിന്ന് ഒരു പ്രൊജക്റ്റ് കേന്ദ്രത്തിന് കിട്ടുകയാണ്. ആ പ്രൊജക്റ്റിൽ സൂചിപ്പിച്ച സ്ഥലം കെൽട്രോണിന്റെ പൂട്ടിക്കിടക്കുന്ന ഒരു ഫാക്ടറിയുടെ അസറ്റായിരുന്നു, കേരള ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കേന്ദ്രം ഇത് കണ്ടപ്പോൾ വേഗത്തിൽ ഇത് നടപ്പാക്കണം കേരളത്തിന് എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്രം, അതായത് പാലക്കാട്ട് നിന്നല്ല ഇത് പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, ഇത് പാലക്കാട്ട് കിടക്കുന്ന ഒരു സ്ഥലമായത് കാരണം, കേരള സംസ്ഥാനത്തിന്റെ സ്ഥലമായത് കാരണം, അത് പാലക്കാട്ട് നിന്നൊരു മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ കൊടുക്കാത്തത് കാരണം ഇവിടുന്ന് നേരിട്ട് കൊടുത്തു, സൂചിപ്പിച്ചു, അവരെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ കേന്ദ്രം എന്ത് ചെയ്തു, ഇത് ഒഫീഷ്യലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ പ്രൊജക്ട് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. ഇത് ഒഫീഷ്യലായിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പാലക്കാട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. ഉടൻ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പാലക്കാട്ടെ അന്നത്തെ MLA ഷാഫി പറമ്പിലിനെ വിളിക്കുകയാണ്. ഈ സ്ഥലം ഉണ്ടോ? ഇവിടെ സ്ഥലമുണ്ട്. അപ്പോ ഇതിവിടെ ഒരിക്കലും വരരുത്, അവരെ രഹസ്യം എന്റെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. ഉമ്മൻചാണ്ടി ഷാഫി പറമ്പിലിനോട് പറയുകയാണ്, എന്നാൽ അവിടെ ഈ എയിംസ് ഒരിക്കലും വരരുത്, ഇതിന്റെ ക്രെഡിറ്റ് BJP അടിച്ചു കൊണ്ടുപോകും, ഇത് എങ്ങനെയും അവിടെ വരുത്താതിരിക്കാനുള്ള സകല പണിയും നമുക്ക് ഇന്ന് തുടങ്ങണം. ഇവർ രണ്ടാളും കൂടിയിട്ട് വളരെ ആസൂത്രിതമായി ചെയ്ത കാര്യം, ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഈ കെൽട്രോണിന്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് SC/ST പ്രോപ്പർട്ടി ആക്കി അവര് അതിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. അത് ഭയങ്കര ഒരു ബുദ്ധിയാ. കാരണം SC/STയുടെ പ്രോപ്പർട്ടി ആയി മാറിയാൽ അതിൽ പിന്നെ ഒരാൾക്കും കേന്ദ്രം വിചാരിച്ചാലും സംസ്ഥാനം വിചാരിച്ചാലും അതുമ്മ കയറി കളിക്കാൻ പറ്റില്ല. കാരണം SC/STയുടെ പ്രോപ്പർട്ടി പണ്ട് ഭരണഘടനയിലെ അംബേദ്കർ എഴുതി വെച്ച നിയമം അങ്ങനെയാണ്. അതിന് പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി അത്. അപ്പോ ഈ ഒരു സംഭവം അവിടെ ഉമ്മൻചാണ്ടിയും ഷാഫി പറമ്പിലും കൂടി ചെയ്തു വെച്ചപ്പോ അവരുടെ പാർട്ടിയിൽ തന്നെ ഇതൊരു ചർച്ചയായിട്ട് മാറി. കാരണം കേരളത്തിന് വരേണ്ട ഒരു സംഭവം ഇങ്ങനെ പൊളിറ്റിക്സ് കളിച്ച് നശിപ്പിച്ച് കളയാൻ പാടില്ല, അവിടെ ഒരു മെഡിക്കൽ കോളേജെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് അത് പോയി. അപ്പോ ഇവർ രണ്ടാളും കൂടി വേറൊരു തീരുമാനം എടുത്തു, ഒരു മെഡിക്കൽ കോളേജ് അവിടെ വരുത്താം, അതിനു വേണ്ട ശ്രമം തുടങ്ങാം. അപ്പോഴും ഈ സ്ഥലം SC/ST ആയി. അപ്പൊ SC/STയുടെ സ്ഥലം ഇനി തിരിച്ചെടുക്കുക പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോ ഷാഫി പറമ്പിലിനോട് ഉമ്മൻചാണ്ടി വിളിച്ചു പറയാണ്, ഈ സ്ഥലത്ത് ഒരിക്കലും എയിംസ് വരരുതെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇത് SC/STയിലേക്ക് മാറ്റിയല്ലോ.
അപ്പൊ വീണ്ടും പാർട്ടിയിൽ പ്രശ്നമായപ്പോ അവിടെ ഒരു മെഡിക്കൽ കോളേജ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് വന്ന് ഉമ്മൻചാണ്ടി തന്നെ ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ അവിടെ SC/ST മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് തറക്കല്ലിട്ടു 2014 തന്നെ. അങ്ങനെ എയിംസ് ഒരിക്കലും വരാൻ ഇട നൽകാതെ അവിടെ നമ്മൾ പറയില്ലേ ശവപ്പെട്ടിക്ക് ആണി അടിക്കണ മാതിരി അതങ്ങോട്ട് ഒഴിവാക്കി വിട്ടു ഉമ്മൻചാണ്ടിയും ഷാഫി പറമ്പിലും കൂടിയിട്ട്. ആ ഷാഫിയാണ് ഇപ്പൊ ഇലക്ഷൻ സമയത്ത് 2014 അനുവദിച്ച എയിംസ് ഇനിയും ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞ് ഛർദിക്കുന്നത്. ഈ ഛർദി വിഷം ആണ് ഛർദിക്കുന്നത്, അല്ലാതെ എയിംസ് വരാനുള്ള താല്പര്യം കൊണ്ടല്ല ഈ ഛർദി. ഇത് അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ 2014 അവന്റെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും അവനും കൂടിയിട്ട് പാലക്കാട് കെലട്രോണിന്റെ ഫാക്ടറി അടച്ചു കിടക്കുന്ന സ്ഥലത്ത് വരേണ്ട എയിംസ് വരാതിരിക്കാനുള്ള സകല കളിയും കളിച്ച ഈ ഉമ്മൻചാണ്ടിയും ഷാഫി പറമ്പിലും ഇതിനെ കൂട്ടുപിടിച്ചിട്ട് KC വേണുഗോപാൽ ഞാൻ പാർലമെന്റിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേറെ ഛർദി നടത്തുക. സത്യത്തിൽ ഇവർക്ക് ഇവിടെ എയിംസ് BJP സർക്കാർ കൊണ്ടുവരരുത് എന്ന ഉറച്ച തീരുമാനമായിരുന്നു അവരുടെ മനസ്സിൽ. എന്തിനു പറയുന്നു? പാലക്കാട്ടെ MP ഇപ്പോഴും ഉണ്ടില്ലല്ലോ. ഞാൻ നേരിട്ട് വിളിച്ചിട്ടുണ്ട് MP-നെ എയിംസ് വരുന്നതിന്റെ കാര്യമായിട്ട്. മിസ്റ്റർ MP, നിങ്ങൾ പാർലമെന്റിൽ ഒരു പ്രമേയം അവതരിപ്പിക്കണം. ചെയ്തിട്ടില്ല. എന്നിട്ട് എവിടെ കിടക്കുന്ന 2 MP-മാർ ഇപ്പൊ ഇലക്ഷനും വന്നപ്പോ എയിംസ് ഇല്ലേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുക. ഈ നിലവിളിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ ഒരു ആഴ്ച മുന്നേ മിസ്റ്റർ പ്രേമചന്ദ്രൻ കൊല്ല MP ഒരു വിഷയം നമ്മൾ എല്ലാവരും കണ്ടതാണ് മീഡിയയിൽ. അതായത് കൊല്ലത്ത് ആൾറെഡി കേന്ദ്ര ഗവൺമെന്റിന്റെ, അതായത് ESI ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 30 കൊല്ലമായിട്ട് കൊല്ലം ടൗണിൽ കോർപ്പറേഷന്റെ അതിന്റെ അകത്ത് 10 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ESI മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അവിടെ ആൾറെഡി ഒരു 400ഓളം ബെഡ്, അതിൽ ഫുൾ തിരക്കാണ്, ഏതു സമയം ഫുൾ അഡ്മിറ്റഡ് ആണ്. ദിവസവും ഒരു 1000-2000 OP അവിടെയുണ്ട്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അത് ഒരു മെഡിക്കൽ കോളേജാക്കി മാറ്റാൻ, മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാക്കി മാറ്റാൻ ഈ കഴിഞ്ഞ മാസം കേന്ദ്രം അനുമതി കൊടുത്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി കൊടുത്തപ്പോൾ അതിന് മുൻകൈ എടുത്തത് പ്രേമചന്ദ്രനാണ്. ഈ UDFന്റെ ഒരു MP തന്നെയാണ് കേന്ദ്രത്തിൽ ഇടപെട്ടുകൊണ്ട് അത് ചെയ്തത്. ആ കാര്യങ്ങൾ അവിടെ ഭംഗിയായി ചെയ്തത്. ആ മെഡിക്കൽ കോളേജിന് പൂർണ്ണമായിട്ടുള്ള അപ്രൂവൽ കിട്ടണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഇവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ കൊടുക്കണം സംസ്ഥാന സർക്കാർ. അതായത് ആരോഗ്യമന്ത്രി കൊടുക്കണം, മുഖ്യമന്ത്രിയുടെ അറിവോടെ. എന്നാൽ ഉടൻ തന്നെ അത് മെഡിക്കൽ കോളേജായി മാറുമായിരുന്നു, ESI മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊല്ലം. അപ്പൊ എന്താണ് പിണറായി വിജയനും വീണ ജോർജും കൂടി തീരുമാനിച്ചത്? ഇപ്പോൾ അവിടെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് BJPക്ക് പേരാവും, കൂടാതെ അവിടെയുള്ള MP പ്രേമചന്ദ്രനും പേരാവും. അത് വേണ്ട, ജനങ്ങൾ കഷ്ടപ്പെട്ടോട്ടെ, ഇവിടെ ആരും പേരെടുക്കണ്ട. ഇത് തന്നെയാണ് 2014 ഉമ്മൻചാണ്ടിയും ഷാഫി പറമ്പിലും KC വേണുഗോപാലും കൂടി ഗൂഢാലോചന നടത്തി അന്ന് എയിംസിനെ ഓടിച്ചത്. ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. പ്രേമചന്ദ്രൻ എല്ലാ ചാനലുകളിലും നിന്ന് ഇപ്പോഴും എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. കൊല്ലത്ത് കേന്ദ്രം അനുവദിച്ചു കൊടുത്ത മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് അനുവദിച്ചു കൊടുത്തത് നിസ്സാരമാക്കിയിട്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അത് തള്ളിക്കളഞ്ഞു. അതിനുള്ള ഒരു കൺസേൺ ലെറ്റർ ഇവർ ജസ്റ്റ് കൊടുക്കേ വേണ്ടു. എവറിത്തിങ് ഇവിടെ ഓക്കെ NOC ആയിട്ട് കൊടുക്കേ വേണ്ടു. ആ ലെറ്റർ ഇവർ ശരിയായ സമയത്ത് സബ്മിഷൻ ചെയ്യാത്ത കാരണം ഈ കൊല്ലം ആ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് കൊല്ലത്ത് വന്നില്ല. കാരണം എന്താണ്? BJP, കേന്ദ്രം ഭരിക്കുന്ന BJP കൊണ്ടുവന്നാൽ അത് ഞങ്ങൾക്ക് കിട്ടില്ല പേര്.
ഇത് തന്നെയായിരുന്നു 2014 ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും കൂടി ഗൂഢാലോചന നടത്തി പാലക്കാട് വരേണ്ട, ഇന്ന് SC/ST മെഡിക്കൽ കോളേജായി നിലനിൽക്കുന്ന സ്ഥലത്ത് വരേണ്ട എയിംസ് നശിപ്പിച്ചു കളഞ്ഞത്. ഇനി ഇതിന്റെ വേറെ തമാശയുണ്ട്. ഈ 2014 തറക്കല്ലിട്ട ആ SC/ST മെഡിക്കൽ കോളേജ് ഇന്ന് 12 കൊല്ലം കഴിഞ്ഞു. ഒരുപാട് കെട്ടിടങ്ങൾ അവിടെ പൊങ്ങുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഈ SC/ST ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എല്ലാ വർഷവും ബഡ്ജറ്റിൽ കേന്ദ്രത്തിന്റെ ഫണ്ടും വരും, കേരളത്തിന്റെ ഫണ്ടും വരും. ഈ ഫണ്ട് വിനിയോഗിക്കാൻ അവർക്ക് ഒരു സ്ഥലവുമില്ല. അപ്പൊ അവര് ഈ ഫണ്ട് വെട്ടി മിണുങ്ങണം, അതിന് കമ്മീഷൻ അടിക്കണം. അതിന് അവരെന്താ ചെയ്യുന്നത്? ഒരു 200 കോടി എടുത്ത് പാലക്കാട് SC/ST മെഡിക്കൽ കോളേജിന് ഒരു എന്തെങ്കിലും പ്രൊജക്ട് പറഞ്ഞിട്ട് അതിലേക്ക് അങ്ങോട്ട് ആക്കും. അത് എന്താ, മിക്കവും ഒരു ബിൽഡിങ് കിട്ടുക, ഒരു 15 നില 20 നില ഒരു ബിൽഡിങ് കിട്ടും. ഒരു 100 കോടി 200 കോടി അതിന് മാറ്റി വെക്കും, ഒരു 50 കോടി കമ്മീഷൻ അടിക്കും. ഇനി വേറെ രസവും കൂടിയും പറയാം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതാത് MP-മാര് MLA-മാര് സ്വന്തമായിട്ട് ബസ് ഓടിക്കുന്നുണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ അന്ന് തൊട്ട് ഇന്നേ വരെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ട്രാൻസ്പോർട്ടേഷൻ കോൺട്രാക്റ്റാ കൊടുക്കുന്നത്. അത് എന്താ കാര്യം? ട്രാൻസ്പോർട്ടേഷന്റെ പേരിൽ 3-4 കോടിയാണ് അവിടെ എഴുതി തള്ളുന്നത്. അതിന്റെ കമ്മീഷൻ ഈ പറയുന്ന കമ്മിറ്റി, അവിടെ ട്രസ്റ്റാ. ഈ മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പ് ഇപ്പോഴും ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലെ ആൾക്കാരാണെന്ന് കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഈ പഴയ അവിടെ ഉണ്ടായിരുന്ന MLA MP ചില ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഇപ്പോഴും അവിടെ ഭരണം നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇവിടെ എയിംസ് വരുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു ആത്മാർത്ഥതയും ഈ പറയുന്നവർക്കില്ല. അതേപോലെ തന്നെ സ്പീഡ് റെയിൽ വരുന്നില്ല എന്നും അവർ പറയുന്നുണ്ട്. സ്പീഡ് റെയിൽ ഇവർ ഈ വലിയ വർത്താനൊന്നും പറയണ്ട, അതിന്റെ പ്രൊജക്റ്റും കാര്യങ്ങളും അതിന്റെ ഓഫീസൊക്കെ തുടങ്ങി, അതിന്റെ എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ ശരിയായി, കേന്ദ്രം അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കും. പക്ഷേ എയിംസ് ഇവര് കാരണം മാത്രമാണ് ഇവിടെ ഭരിക്കുന്ന, കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന ഇവന്മാര് രണ്ടുപേരുടെയും അമാന്തം കൊണ്ടും അവരുടെ താല്പര്യക്കുറവും കൊണ്ട് തന്നെയാണ് എയിംസ് കേരളത്തിൽ വരാതിരിക്കുന്നത്. കേന്ദ്രം 2014 പ്രഖ്യാപിച്ചു വെച്ചതാണ്. ഇന്നും അതിനു വേണ്ട ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് NOC കൊടുക്കാൻ കേരളം ഭരിക്കുന്ന ഒരു സർക്കാരും, ആദ്യം UDF ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് 10 കൊല്ലം പിണറായി സർക്കാർ വന്നു, അവരും അത് ചെയ്തില്ല. അങ്ങനെയാണ് കേരളത്തിൽ എയിംസ് വരാതിരിക്കുന്നത്. എന്നാലും എയിംസ് വരുത്തണമെന്ന ചില വാശിയായ തീരുമാനമായി എന്നെ പോലെയുള്ള ചിലർ ഇതിന് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിലും KC വേണുഗോപാലുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിക്ക വേദികളിൽ എന്നല്ല, കിട്ടുന്ന വേദികളിലെല്ലാം എയിംസ് എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല എന്നതിന് കേന്ദ്രത്തെയും സർക്കാരിനെയും പഴി പറഞ്ഞ് നടക്കുന്നത്. പക്ഷേ ഷാഫി പറമ്പിൽ MLA ആയിരുന്ന സമയത്ത് പാലക്കാട് എന്തുകൊണ്ട് എയിംസിന് ഭൂമി ഏറ്റെടുത്ത് നൽകാൻ കഴിഞ്ഞില്ല എന്നതൊരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു. അവിടെയാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതാക്കളും ഷാഫി പറമ്പിലും ഒക്കെ കൂടിയാലോചിച്ച് ഒരു ഗൂഢാലോചന നടന്നിരുന്നോ എന്ന ചർച്ചകളും സജീവമാകുന്നത് വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.